ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, കുത്തുബിയ്യത്തിൻ്റെ പദാനുപദ പരിഭാഷ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നാം വിശദീകരിച്ചു. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ 1000-ലേറെ തവണ വിളിച്ച് സഹായം തേടുന്നു എന്നുള്ളത് അവർ പ്രതിപാദിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ 34-ാമത്തെ പേജിൽ കാണാം. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പോരിഷ പറയുന്നിടത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്ന ബൈത്തുകൾ നമുക്ക് കാണാം. വഖദ് അതാക ഖിതാബുല്ലാഹി മുസ്തമിഅൻ യാ ഗൗസൽ അഅലമി കുൻ ബിൽ ഖൗലി മുജ്തമിഅ. അല്ലാഹു തആല അങ്ങയെ അഭിസംബോധന ചെയ്ത് കേട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓ അതിമഹത്തായ ഗൗസ് അവറുകളെ, സ്വീകാര്യതയുടെയും തൃപ്തിയുടെയും സ്നേഹത്തിൻ്റെയും സർവ്വഗുണങ്ങളും സമ്മേളിക്കുന്ന നിലയിൽ നിങ്ങൾ എന്നിലേക്ക് അടുക്കുക. റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പറയപ്പെടുന്നത്. അടുത്ത ബൈത്തിൽ നമുക്ക് കാണാം, അന്തൽ ഖലീഫതു ലി ഫിൽ കൗനി മുൽതമിഅൻ സുമ്മീത ബിസ്മിൻ അദീമിൻ മുഹ്യിദ്ദീനി. ജനങ്ങളെ സൽസരണിയിലേക്കും സത്യപ്രസ്ഥാനത്തിലേക്കും നയിക്കുന്ന കാര്യത്തിൽ താങ്കൾ ലോകത്ത് മിന്നിത്തുളങ്ങുന്ന വിധം എൻ്റെ പ്രതിനിധിയാണ്. മുഹ്യിദ്ദീൻ എന്ന മഹത്തായ നാമം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇവർ പറയുന്നത് കാണാം, മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹ്യിദ്ദീൻ ഷെയ്ഖും അവറുകളും തമ്മിൽ നടത്തിയ സംഭാഷണത്തിലേക്കാണ് മേൽവരി പദ്യം വിരൽ ചൂടുന്നത്. തഫ്രീഹുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് കാണുക. ആത്മീയ ലോകത്ത് പര്യടനം നടത്തുമ്പോൾ ഒരു പുണ്യാത്മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭാഷണം നടത്തുകയും പ്രസ്തുത ആത്മാവിനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയും ചെയ്തു. പ്രസ്തുത പുണ്യാത്മാവിൻ്റെ അവസ്ഥയറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആഗ്രഹം ജനിച്ചു. താമസമിന അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വിവരം ലഭിച്ചു. അത് ഇപ്രകാരമായിരുന്നു, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറയുന്നു, ഇദ്ദേഹം അങ്ങയുടെ സന്തതികളിൽപ്പെട്ട വ്യക്തിയും താങ്കളുടെ വിലായത്തിൻ്റെ അനന്തരാവകാശിയും താങ്കൾക്കു ശേഷം ദീനിനെ ഹയാത്താക്കുകയും ചെയ്യുന്നവരുമാകുന്നു. അബ്ദുൽ ഖാദിർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നാമം. എനിക്ക് ഇദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹവും പ്രിയവും ഉണ്ടായതിനാൽ ഗൗസുൽ ആദം എന്ന പേരിലാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുക. ഇപ്രകാരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്തു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും ക്രോഡീകരിച്ച ഹദീസ് കിതാബുകൾ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും അടങ്ങുന്ന സുനനു സിത്തയും ഇമാം മാലിക്കിൻ്റെ മുവത്തയും അങ്ങനെ അതിബൃഹത്തായ ഹദീസ് ഗ്രന്ഥങ്ങൾ ഹിജ്റ 100-ന് ശേഷം പിന്നീടങ്ങോട്ട് ഏകദേശം 300-350 വർഷങ്ങൾക്കുള്ളിൽ ക്രോഡീകരിച്ചപ്പോൾ മിഅ്റാജ് രാവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അത്ഭുത സംഭവങ്ങൾ കൃത്യമായ സനദോടുകൂടി മുഹദ്ദിസുകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചുവല്ലോ. നമുക്ക് ഇന്നും അത് വായിക്കാൻ കഴിയുന്നു. എന്നാൽ ഇവർ പറയുന്ന ഈ സംഭവം കൃത്യമായ സനദോടുകൂടി ഈ കിതാബുകളിൽ നിന്ന് അവർക്ക് എവിടെ നിന്നാണ് ഉദ്ധരിക്കാൻ കഴിയുക? നിങ്ങൾക്കറിയുമോ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ ഹിജ്റ 470 ജനിക്കുകയും പിന്നീട് ഹിജ്റ 560-ന് ശേഷം വഫാത്താവുകയും ചെയ്യുകയും അതിനും ശേഷം അദ്ദേഹത്തിൻ്റെ മുരീദാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് എഴുതിയ തഫ്രീഹുൽ ഖാത്തിർ എന്ന ഒരു കിതാബാണ് ഇവർ ഇവിടെ തെളിവായി പറയുന്നത്. ആ കിതാബിൽ പറയുന്ന ഈ സംഭവം എവിടെ നിന്നാണ് സഹോദരങ്ങളെ ഇവർക്ക് തെളിവുദ്ധരിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന കദിബൻ അലയ്യ ലൈസ കകദിബിൻ അലാ അഹദിൻ. എൻ്റെ മേൽ കളവ് പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ മേൽ കളവ് പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സംഭവം ഉദ്ധരിക്കുമ്പോൾ അതിനു കൃത്യമായ തെളിവ് കൊണ്ടുവരേണ്ടത് ഇവരുടെ മേൽ ബാധ്യതയല്ലേ?